ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ അല്ലെ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേരിയസ് ക്വസ്റ്റ്യൻസ് അത് കൂടി കണ്ടു നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 4 figures are marked A, B, C, D are given. 3 figures are similar in some manner. Identify the one which is different. എ ബി സി ഡി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളിൽ 3 പ്രത്യേക രീതിയിൽ സദൃശ്യമായവയാണ്, വ്യത്യസ്തമായത് കണ്ടുപിടിക്കും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബി എന്ന് പറയുന്ന ഫിഗറിനകത്ത് ഈ തന്നിരിക്കുന്ന ലൈൻ ഡയമീറ്റർ ആണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സർക്കിളിനെ 2 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഈ റെക്ടാംഗിൾ കൺസിഡർ ചെയ്താലും ഈ കൊടുത്തിരിക്കുന്ന മിഡിൽ ലൈൻ എന്ന് പറയുന്നത് റെക്ടാംഗിളിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്താലും ട്രയാംഗിളിന് ഈ കൊടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ആ ട്രയാംഗിളിനെ 2 ഈക്വൽ ട്രയാംഗിളുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയപ്പെടുന്ന ഈ ഒരു ലൈൻ ലൈൻ കൊടുത്തിരിക്കാൻ അതൊരിക്കലും തന്നിരിക്കുന്ന ട്രയാംഗിളിനെ 2 ഈക്വൽ സ്പേസുകളായി ഡിവൈഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ എ ബി സി ഡി. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഈ എ എന്ന് പറയുന്ന ഫിഗർ എടുത്താൽ ഓൾമോസ്റ്റ് ഈ അകത്ത് വന്നിരിക്കുന്ന നമുക്ക് വെളിയിലെ ആംഗിൾ നോക്കണം, അകത്ത് വന്നിരിക്കുന്ന ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്താൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ഓൾമോസ്റ്റ് ഒരു 120 ഡിഗ്രിയാണ്. ഇതെടുത്താലും എന്താണ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ഇതെടുത്താലും എന്താണ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. പക്ഷെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു അക്യൂട്ട് ആംഗിളാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒപ്റ്റ്യൂസ് ആംഗിളാണ്, ഇതൊരു അക്യൂട്ട് ആംഗിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അക്യൂട്ട് ആംഗിൾ, ബാക്കിയുള്ള ഒപ്റ്റ്യൂസ് ആംഗിളാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഫൈൻ. ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, നമുക്ക് പല രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ എയും സിയും ഡിയും നോക്കിയാൽ ഈ 3 നമ്പറുകളും നമ്മൾ വരച്ചിരിക്കുന്നത് 3 ലൈനുകൾ ഉപയോഗിച്ച് 3 ലൈൻസ് ആർ യൂസ്ഡ്. 1 2 3 1 2 3 1 2 3. ഓക്കെ, 3 ലൈനുകൾ ഉപയോഗിച്ചു. പക്ഷേ ഈ ബി ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? 1 2 3 4 4 ലൈനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു റീസൺ ആയിട്ട് വേണേൽ കാണാം. മറ്റൊരു റീസൺ ആക്കി അപ്പോൾ നമുക്ക് ബി ഇതിനകത്തൊരു ഓഡ് വൺ ആണെന്ന് പറയാം. വേറെ റീസൺ നോക്കി കഴിഞ്ഞാൽ അകത്തുള്ള ഇന്റീരിയർ ആംഗിൾസ് നോക്കിയാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ, 2 ആംഗിൾസ് ഉണ്ട്. ഫൈൻ, 2 ആംഗിൾ വരുന്നുണ്ട്. ഈ ഫിഗറിനകത്ത് നോക്കിയാലും 2 ആംഗിളുകൾ വരുന്നുണ്ട്. ഈ ഫിഗറിനകത്ത് നോക്കിയാൽ എന്താണ്? ഈ ഫിഗറിനകത്ത് 2 ആംഗിൾ. പക്ഷേ ഈ ഒരു ഫിഗർ നോക്കിയേ, ഇത് ഈ 2 ലൈനുകൾ കൂടുതൽ ഇവിടെ ഒരു ആംഗിൾ, അപ്പോൾ 3 ആംഗിൾ വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഓഡ് വൺ എന്ന് പറയുന്നത് ബി ആണ്. ഇങ്ങനെ ഏത് രീതിയിൽ വേണ്ട. ഫോർ എക്സാമ്പിൾ ഏതാണ് ഒരു മിസ്മാച്ച്, ആ മിസ്മാച്ച് നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? ഫോർ എക്സാമ്പിൾ ലോജിക്കലായിട്ട് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആൻസറിനകത്ത് നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. നാലാമത്തെ ക്വസ്റ്റ്യനിലെ ഫിഗറിലേക്ക് നോക്കുമ്പോൾ എ ഫിഗർ എടുത്താലും സി ഫിഗർ എടുത്താലും ബി ഫിഗർ എടുത്താലും 2 ഈക്വൽ ഫിഗറുകൾ പരസ്പരം എവിടെയോ ക്രോസ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഒരു സ്ക്വയർ മറ്റൊരു സ്ക്വയർ ആ എഡ്ജ് കൂട്ടിയിട്ടൊന്ന് ക്രോസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എഡ്ജ് കൂട്ടി ക്രോസ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഫിഗറിനകത്ത് എന്താ സംഭവിച്ചത്? 2 ട്രയാങ്കിൾ ഉണ്ട്, 2 ട്രയാങ്കിൾ ഒരു എഡ്ജ് കൂട്ടി ക്രോസ് ചെയ്തിരിക്കുന്നു. 2 സർക്കിൾ എടുത്ത് 2 സർക്കിളുകൾ ക്രോസ് ചെയ്തിരിക്കുന്നു, 2 ഈക്വൽ സർക്കിളുകൾ ക്രോസ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ തന്നിരിക്കുന്ന 2 ഫിഗറുകൾ 2 റെക്ടാങ്കിൾ ആണ്. പക്ഷെ ഒരു ചെറിയ റെക്ടാങ്കിളും ഒരു വലിയ റെക്ടാങ്കിൾ, അപ്പോൾ ഈക്വൽ ഫിഗറുകളല്ല തന്നിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് അതിനകത്തൊരു ചേഞ്ച് ഉണ്ടെന്ന് പറയാം. ഒരു ഫിഗർ മറ്റൊരു ഫിഗറിനകത്ത് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആണ്, അല്ലെ? കറക്റ്റ്. ഈ ഒരു ഫിഗറിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു ഫിഗറിനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കും. ബാക്കിയെല്ലാം അങ്ങനെയാണോ? അല്ല, ബാക്കിയെല്ലാം ഒരു പാർഷ്യൽ ഷെയറിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഈ ഒരു ഫിഗറിനെ നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഫോർ എക്സാമ്പിൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ഫിഗറിനകത്ത് പല വരകൾ വരച്ച് ഡിഫറെന്റ് ചെറിയ ഫിഗറുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഡിവൈഡ് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാം ട്രയാങ്കിളുകളാണ്. ഇവിടെ കുറെ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്തു, ഇവിടെ കുറെ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്തു. ഇവിടെയും എങ്ങനെയോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. ഇവിടെ നോക്കിയാൽ ഇത് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ. പക്ഷെ ഇവിടെ മാത്രം ലൈൻ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 2 ട്രയാങ്കിൾ. അപ്പോൾ മൊത്തം 4 ട്രയാങ്കിളും ഒരു റെക്ടാങ്കിളുമാണ് കിട്ടിയത്. ബാക്കി 3 ഫിഗറിനകത്തും പല രീതിയിൽ ലൈനുകൾ കണക്ട് ചെയ്ത് നമുക്ക് ട്രയാങ്കിളുകൾ മാത്രമാണ് ഇൻസൈഡ് വന്നിരിക്കുന്നത്, ട്രയാങ്കിളുകൾ മാത്രം. പക്ഷെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ നമുക്ക് 4 ട്രയാങ്കിളും ഒരു റെക്ടാങ്കിളുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡി എന്ന് പറയുന്നത് ഇതിനകത്തൊരു
ഓഡ് വൺ ആണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ട് കിട്ടും. ഓക്കെ, ഈ സെറ്റിനകത്ത് 5 ക്വസ്റ്റിനകത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടിരുന്നത്? നമുക്ക് 4 ഫിഗറുകൾ തന്നിട്ടുണ്ട്, 3 ഫിഗറുകൾ എന്തോ രീതിയിൽ സിമിലർ ആണ്, അതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഫിഗർ ഏതാണ്? അപ്പൊ നമുക്കൊരു ലോജിക്കലായിട്ട് അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് റീസണബിൾ ആയി തോന്നുന്ന ഒരു റീസൺ വെച്ചിട്ട് നമുക്കതിനെ ചുമ്മാ നിങ്ങൾ ആ ഫിഗർ അങ്ങനെ ഡിഫറെന്റ് നമുക്ക് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഹാഫായി ഡിവൈഡ് ചെയ്യുന്നുണ്ടോ, ആംഗിൾ കൂടുതലാണോ, എത്ര ആംഗിൾ ഉണ്ടോ, അപ്പൊ അങ്ങനെയുള്ള ലോജിക്കൽ ആയിട്ടുള്ള റീസൺ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കേണ്ടത്. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റിന്റെ ആൻസർ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. As a token of gratitude, please like this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.